Good afternoon. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഓർത്തോഗണൽ പോളിനോമിയൽസിനെ പറ്റിയാണ് പഠിക്കുന്നത്. We have noted that in fitting polynomial models in one variable, even if non-essential ill conditioning is removed by centering, we may still have high levels of multicollinearity. അപ്പം നമ്മൾ ഒരു വേരിയബിളുള്ള കേസിൽ പോളിനോമിയൽ മോഡൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഈ ഒരു നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള ഇൽ കണ്ടീഷനിങ് സെൻറ്ററിങ് മെത്തേഡ് വഴി റിമൂവ് ചെയ്തതിന് ശേഷം മൾട്ടിക്കൊള്ളിനാരിറ്റി എന്നുള്ള പ്രോബ്ലം നമുക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കും. ഇപ്പം ഈ ഇൽ കണ്ടീഷനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലീനിയർ ഡിപ്പെൻഡൻസ് എന്നുകൊണ്ടേ ഉദ്ദേശിക്കുന്നുള്ളൂ. വേരിയബിൾസ് തമ്മിലുള്ള ലീനിയർ ഡിപ്പെൻഡൻസ് ആണ്. അപ്പം നമ്മൾ സെൻറ്ററിങ് മെത്തേഡ് വഴി ഈ ഒരു പ്രോസസ്സ് നമ്മൾ റിമൂവ് ചെയ്താലും ചില കേസിലൊക്കെ മൾട്ടിക്കൊള്ളിനാരിറ്റി സ്റ്റിൽ എക്സിസ്റ്റ് ചെയ്യും. Some of these difficulties can be eliminated by using orthogonal polynomials to fit the model. അപ്പം ഈ ഒരു കേസിൽ നമുക്ക് ഓർത്തോഗണൽ പോളിനോമിയൽസ് എന്നുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ഒരു മൾട്ടിക്കൊള്ളിനാരിറ്റി എന്നുള്ള ഇഷ്യൂ നമുക്ക് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സപ്പോസ് ദാറ്റ് ദ മോഡൽ ഈസ് i is equal to beta naught plus beta 1 xi plus beta 2 xi square plus etc beta k xi raised to k പ്ലസ് എപ്സിലോൺ ആയി. ഇപ്പം നമ്മുടെ മോഡൽ വേറെ i = 1 2 3 എക്സെട്ര n. നമ്മുടെ മോഡൽ ഈ ഒരു ഫോമിലാണെന്ന് വെക്കുക. അതായത് എക്സ് ഓരോന്നും അതിൻ്റെ റേസ് ടു പവേഴ്സ് ആയിട്ട് ഉള്ള രീതിയിൽ നമുക്ക് കിട്ടുന്നതെന്ന് വെക്കുക. ജനറലി ദ കോളംസ് ഓഫ് എക്സ് മെട്രിക്സ് വിൽ നോട്ട് ബി ഓർത്തോഗണൽ. അപ്പം സാധാരണ കേസിൽ ഈ എക്സ് മെട്രിക്സിൻ്റെ കോളംസ് എന്ന് പറയുന്നത് ഒരിക്കലും ഓർത്തോഗണൽ ആയിരിക്കത്തില്ല. Furthermore, if we increase the order of the polynomial by adding a term beta k plus 1 x raised to k plus 1, we must recompute x dash x the whole inverse and the estimates of the lower order parameters beta naught cap, beta 1 cap, etc. beta k cap will change. അപ്പോൾ നമ്മൾ ഈ ഒരു മോഡലിലേക്ക് ബീറ്റ കെ പ്ലസ് 1 എക്സ് റൈസ് ടു കെ പ്ലസ് 1 എന്ന് പറയുന്ന ഒരു പുതിയ ടേം ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു എക്സ് ഡാഷ് എക്സ് ഹോൾ ഇൻവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു മെട്രിക്സ് ഫുള്ളായിട്ട് പിന്നെയും കമ്പ്യൂട്ട് ചെയ്യേണ്ടി വരും. അതുപോലെ അത് മാത്രമല്ല നമ്മൾ ഈ ബീറ്റ നോട്ട് ക്യാപ്പ്, ബീറ്റ 1 ക്യാപ്പ്, എക്സെട്ര ബീറ്റ കെ ക്യാപ്പ് എന്ന് പറയുന്ന ഓരോന്നിൻ്റെ എസ്റ്റിമേറ്റ്സ് പിന്നെയും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഒരു മോഡൽ ഒരു ടേം ആഡ് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ എല്ലാ എസ്റ്റിമേറ്റ്സും പിന്നെയും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. Now suppose that we fit the model yi is equal to alpha naught p naught of xi plus alpha 1 p1 of xi plus alpha 2 p2 of xi plus etc. alpha k pk of xi plus epsilon I where I is equal to 1 2 3 etc. n. അപ്പോൾ നമ്മൾ ഈ ഒരു മോഡൽ ഈ ഒരു പോളിനോമിയലിൻ്റെ രീതിയിൽ ഫിറ്റ് ചെയ്ത് നോക്കുക. അതായത് ബീറ്റ നോട്ടിന് പകരം ആൽഫ നോട്ട് പി നോട്ട് ഓഫ് എക്സ് ഐ, ബീറ്റ 1 എക്സ് ഐക്ക് പകരം ആൽഫ 1 p1 ഓഫ് എക്സ് ഐ, അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ഈ മോഡലിനെ ഫിറ്റ് ചെയ്ത് നോക്കുക. വേർ പി യു ഓഫ് എക്സ് ഐ ഇസ് ദ യൂത്ത് ഓർഡർ orthogonal polynomial defined such that summation I is equal to 1 to n pr of xi ps of xi is equal to 0 where r not equal to s and r and s is equal to 0 1 2 3 etc. k. ഓർത്തോഗണാലിറ്റി എന്ന് പറയുന്നതിൻ്റെ പ്രോപ്പർട്ടി തന്നെ ഈ കൊടുത്തിരിക്കുന്നതാണ്. അപ്പം നമ്മൾ ഈ ഒരു മോഡലിനെ റീഡിഫൈൻ ചെയ്ത് ഫിറ്റ് ചെയ്തേക്കുന്നത് ഒരു ഓർത്തോഗണൽ പോളിനോമിയൽ ആയിട്ടാണെന്ന് വെക്കുക. അപ്പോൾ ആ ഓർത്തോഗണാലിറ്റിയുടെ കണ്ടീഷനാണ് കൊടുത്തിരിക്കുന്നത്. സമ്മേഷൻ i is equal to 1 to n പി ആർ ഓഫ് എക്സ് ഐ പി എസ് ഓഫ് എക്സ് ഐ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഏത് കേസിലാണ്? ആറും എസും ഈക്വൽ അല്ലാത്ത കേസിൽ ഇതെന്ന് പറയുന്നത് അതിൻ്റെ സമ്മേഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ആൻഡ് പി നോട്ട് ഓഫ് എക്സ് ഐ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ദെൻ ദ മോഡൽ y is equal to എക്സ് ആൽഫ പ്ലസ് എപ്സിലോൺ വേർ എക്സ് മെട്രിക്സ് ഈസ്. അപ്പോൾ നമുക്ക് ഈ ഒരു മോഡലിൻ്റെ എക്സ് മെട്രിക്സ് നമുക്ക് ഈ ഒരു ഫോമിൽ എഴുതാം. പി നോട്ട് ഓഫ് എക്സ് 1 പി 1 ഓഫ് എക്സ് 1 എക്സെട്ര പി കെ ഓഫ് എക്സ് 1 പി നോട്ട് ഓഫ് എക്സ് 2 പി 1 ഓഫ് എക്സ് 2 എക്സെട്ര പി കെ ഓഫ് എക്സ് 2 എക്സെട്ര പി നോട്ട് ഓഫ് എക്സ് എൻ പി 1 ഓഫ് എക്സ് എൻ എക്സെട്ര പി കെ ഓഫ് എക്സ് എൻ. അപ്പോൾ നമ്മളെല്ലാം ഈ ഒരു എക്സ് മെട്രിക്സിനെ പോളിനോമിയൽ എന്നുള്ള രീതിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത് എഴുതിയിട്ടുണ്ട്. Since this matrix has orthogonal columns, the x dash x matrix is. അപ്പോൾ ഈ ഒരു എക്സ് മെട്രിക്സ് നമ്മൾ പുതിയതായിട്ട് ഡിഫൈൻ ചെയ്ത ഈ പി നോട്ട് ഉള്ള ടേംസ് ആഡ് ചെയ്തിട്ടുള്ള മെട്രിക്സിൻ്റെ പ്രത്യേകത എന്താ? അതിനകത്ത് മെട്രിക്സിനകത്തെല്ലാം ഓർത്തോഗണൽ കോളംസ് ആയിരിക്കും. നമ്മൾ ഓർത്തോഗണാലിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എക്സ് ഡാഷ് എക്സ് മെട്രിക്സ് എങ്ങനെയായിരിക്കും? നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ കണ്ട എന്താ? സമ്മേഷൻ i is equal to 1 to n പി ആർ ഓഫ് എക്സ് ഐ പി എസ് ഓഫ് എക്സ് ഐ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ആറും എസും ഈക്വൽ അല്ലാത്ത കേസിലെല്ലാം ഇത് 0 ആയിരിക്കും. സോ ഡയഗണൽ എലമെൻറ്റ്സ് ഒഴിച്ച് ബാക്കിയെല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും വരുന്നത്. അപ്പോൾ ഡയഗണൽ എലമെൻറ്റ്സിൽ സമ്മേഷൻ i is equal to 1 to n പി നോട്ട് സ്ക്വയർ എക്സ് ഐ, അതുപോലെ സമ്മേഷൻ i is equal to 1 to n പി 1 ഓഫ് സ്ക്വയർ എക്സ് ഐ, ആ ഒരു രീതിയിലായിരിക്കും വരുന്നത്.
നോൺ ഡയഗണൽ എലിമെൻറ്റ്സ് എല്ലാം 0 ആയിരിക്കും. The least square estimates of alpha are found from x dash x the whole inverse into x dash y as. അപ്പം നമുക്കിതിൻ്റെ ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റ്സ് ആൽഫയുടെ ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റ് കിട്ടിയിരിക്കുന്നതാണ്. അപ്പം ഇവിടെ നേരത്തെ നമ്മുടെ മോഡലിൽ ബീറ്റയ്ക്ക് പകരം ഇവിടെ ആൽഫ എന്നുള്ള രീതിയിൽ എടുത്തിട്ടുള്ളൂ. അപ്പം ഈ ആൽഫ ജെ ക്യാപ്പ് എന്ന് പറയുന്നത് summation I is equal to 1 to n pj of xi into ya divided by summation I is equal to 1 to n pj square xi where j is equal to 1 0 1 2 3 etc k. അപ്പോൾ ഇതാണ് നമ്മുടെ ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേഷൻ മെത്തേഡ് വഴി ആൽഫയ്ക്ക് കിട്ടിയിട്ടുള്ള എസ്റ്റിമേറ്റ്. Since p naught of xi is a polynomial of degree 0, we can set p naught of xi is equal to 1 and consequently alpha naught cap is equal to y cap. അപ്പം പി നോട്ട് ഓഫ് എക്സ് ഐ എന്ന് പറയുന്നത് എന്താ, ഒരു ഡിഗ്രി 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പി നോട്ട് ഓഫ് എക്സ് ഐനെ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞെടുക്കാം. ഡിഗ്രി ഏതൊരു സാധനം റേസ് ടു 0 എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 ആയിരിക്കും. സോ പി നോട്ട് ഓഫ് എക്സ് ഐ എന്ന് പറയുന്നത് നമുക്ക് 1 ആയിട്ട് എടുക്കാം. അതുകൊണ്ട് തന്നെ ആൽഫ നോട്ട് ക്യാപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വൈ ക്യാപ്പ് ആയിരിക്കും. ദ റെസിജ്വൽ സം ഓഫ് സ്ക്വയറിൻ്റെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റെസിജ്വൽ സം ഓഫ് സ്ക്വയർ ഓഫ് കെ ഈസ് ഈക്വൽ ടു ടോട്ടൽ സം ഓഫ് സ്ക്വയർ മൈനസ് ഈ ഒരു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ആൽഫ ജെ ക്യാപ്പ് ഇൻറ്റു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n പി ജെ ഓഫ് എക്സ് ഐ വൈ ഐ. ഇതായിരിക്കും നമ്മുടെ റെസിജ്വൽ സം ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത്. ദ റിഗ്രഷൻ സം ഓഫ് സ്ക്വയർ ഫോർ എനി മോഡൽ പാരാമീറ്റർ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ അതർ പാരാമീറ്റേഴ്സ് ഇൻ ദ മോഡൽ. ദിസ് റിഗ്രഷൻ സം ഓഫ് സ്ക്വയർ ഈസ്, അപ്പോൾ ഒരു റിഗ്രഷൻ സം ഓഫ് സ്ക്വയർ, ഒരു മോഡലിൽ റിഗ്രഷൻ സം ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് ബാക്കി ആ ഒരു മോഡലിലുള്ള ബാക്കി പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. അപ്പം ആ ഒരു റിഗ്രഷൻ സം ഓഫ് സ്ക്വയറിൻ്റെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. സം ഓഫ് സ്ക്വയർ ഓഫ് റിഗ്രഷൻ ഓഫ് ആൽഫ ജെ ഈസ് ഈക്വൽ ടു ആൽഫ ജെ ക്യാപ്പ് സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു 1 to n പി ജെ ഓഫ് എക്സ് ഐ ഇൻറ്റു വൈ ഐ. അപ്പോൾ ഇതാണ് റിഗ്രഷൻ സം ഓഫ് സ്ക്വയറിൻ്റെ ഇക്വേഷൻ. If we wish to assess the significance of the highest order term, we should test h naught alpha k is equal to 0. This is equal to testing h naught beta k is equal to 0 in equation 7.4 we would use. അപ്പം നമ്മളിവിടെ സാധാരണ പോലെ നമ്മൾ ഈ ഒരു ടേം സിഗ്നിഫിക്കൻ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുവാണ്. ഇതിനകത്ത് ഹയസ്റ്റ് ഓർഡർ ടേം, അതായത് ആൽഫ കെ എന്ന് പറയുന്ന ആ ഒരു ടേം സിഗ്നിഫിക്കൻ്റ് ആണോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ ആൽഫ കെ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഇത് സിമിലർ ആണ്, നമ്മൾ ബീറ്റ കെ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞെടുത്താലും ഈ ഒരു സെയിം ടെസ്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, സം ഓഫ് എഫ് സ്റ്റാറ്റിസ്റ്റിക് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് റിഗ്രഷൻ സം ഓഫ് സ്ക്വയർ ഡിവൈഡ് ബൈ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഹോൾ ഡിവൈഡ് ബൈ റെസിജ്വൽ സം ഓഫ് സ്ക്വയർ ഡിവൈഡ് ബൈ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ ഇവിടെ ഒരു ഒറ്റ ആൽഫ കെ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളതുകൊണ്ട് റിഗ്രഷൻ സം ഓഫ് സ്ക്വയറിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1 ആണ്. സോ ഇവിടെ ഡിവൈഡ് ബൈ 1 എന്നുള്ള രീതിയിലാണ് ഇവിടെ വരുന്നത്. റെസിജ്വൽ സം ഓഫ് സ്ക്വയറിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് n - k - 1. അപ്പം അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. റിഗ്രഷൻ സം ഓഫ് സ്ക്വയറിൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അതുപോലെ റെസിജ്വൽ സം ഓഫ് സ്ക്വയർ ഡിവൈഡ് ബൈ n - k - 1 എന്ന് പറഞ്ഞ് കിട്ടി. ആസ് ദ എഫ് സ്റ്റാറ്റിസ്റ്റിക്, ഇതാണ് നമ്മുടെ എഫ് സ്റ്റാറ്റിസ്റ്റിക്. ഇത് വെച്ചിട്ട് വേണം നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ഫർദർമോർ, നോട്ട് ദാറ്റ് ഇഫ് ദ ഓർഡർ ഓഫ് ദ മോഡൽ ഈസ് ചേഞ്ച് ടു k + r, only the r new coefficients must be computed. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു കെ എന്നുള്ള ആ ഒരു ഡിഗ്രിയിൽ നിന്ന് k+r എന്നുള്ള ഡിഗ്രിയിലേക്ക് നമ്മൾ മാറ്റുവാണെങ്കിൽ, അപ്പം ഇതിൻ്റെ പുതിയതായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ ആർ എന്നുള്ള ഇപ്പം കുറേ സെറ്റ് ഓഫ് ന്യൂ കോയിഫിഷ്യൻസ് ഉണ്ടല്ലോ, അത് മാത്രം നമ്മൾ കമ്പ്യൂട്ട് ചെയ്താൽ മതി. The coefficients alpha naught cap, alpha 1 cap, etc., alpha k cap do not change due to the orthogonality property of the polynomials. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ആൽഫ നോട്ട് ക്യാപ്പ്, ആൽഫ 1 ക്യാപ്പ്, എക്സെട്ര ബീറ്റ കെ ആൽഫ കെ ക്യാപ്പ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യത്തില്ല. കാരണം ഇതിന് ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ് ചേഞ്ച് ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ എന്തായിരുന്നു, നേരത്തെ നമ്മൾ ഓർത്തോഗണാലിറ്റി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത കേസിൽ പുതിയതായിട്ട് നമ്മൾ ഒരു സെറ്റ് ഓഫ് ഡിഗ്രി നമ്മുടെ ഈ ഒരു മോഡലിൻ്റെ ഓർഡർ മാറ്റുവാണെങ്കിൽ നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവരുന്നതിൻ്റെ മാത്രമല്ല പഴയ കണ്ടുപിടിച്ച എസ്റ്റിമേറ്റ്സ് എല്ലാം തന്നെ ചേഞ്ച് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട്, ഇപ്പം നമ്മൾ k+r ആണ് നമ്മുടെ പുതിയ ഓർഡർ എങ്കിൽ ആ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ന്യൂ കോഎഫിഷ്യൻസിൻ്റെ വാല്യൂസ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. പഴയ എസ്റ്റിമേറ്റ്സിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. ഡസ് സീക്വൻഷ്യൽ ഫിറ്റിംഗ് ഓഫ് ദ മോഡൽ ഈസ് കമ്പ്യൂട്ടേഷനലി ഈസി. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കമ്പ്യൂട്ടേഷൻ ഇവിടെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
The orthogonal polynomials Pj of xi are easily constructed for the case where the level of x are equally spaced. The first 5 orthogonal polynomials are, അപ്പോൾ ഇവിടെ പി ജെ ഓഫ് എക്സ് എന്ന് പറയുന്ന നമ്മുടെ ഓർത്തോഗണൽ പോളിനോമിയൽസ് എക്സിൻ്റെ ലെവൽ ഓഫ് എക്സിൻ്റെ ലെവലിൻ്റെ സ്പേസിങ് അനുസരിച്ചാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇവർ തന്നെ ആദ്യത്തെ 5 ഓർത്തോഗണൽ പോളിനോമിയൽസ് കമ്പ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത് P0 ഓഫ് എക്സ്, P1 ഓഫ് എക്സ്, P2 ഓഫ് എക്സ്, P3 ഓഫ് എക്സ്, P4 ഓഫ് എക്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് ഓൾറെഡി ഇവർ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. Where d is the spacing between the levels of x and the set lambda j are constants chosen so that the polynomials will have integer value. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ആദ്യത്തെ 5 ഓർത്തോഗണൽ പോളിനോമിയൽസ് ആണല്ലോ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഡി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സിൻ്റെ ലെവൽസ് തമ്മിലുള്ള ആ ഒരു സ്പേസിങ്ങിനെയാണ് നമ്മൾ ഡി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സെറ്റ് ലാംഡ ജെ എന്ന് പറയുന്നത് കോൺസ്റ്റൻസ് ആയിരിക്കും. ആ കോൺസ്റ്റൻസ് എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നമ്മുടെ പോളിനോമിയൽ വാല്യൂസ് നമ്മൾ സെലക്ട് ചെയ്യുമല്ലോ. അപ്പോൾ പോളിനോമിയൽസിന് ഇൻറ്റീജർ വാല്യൂ കിട്ടത്തക്ക രീതിയിലുള്ള ലാംഡ ജെയ്സ് ആയിരിക്കും നമ്മൾ കോൺസ്റ്റൻറ്റ് സൈസ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓർത്തോഗണൽ പോളിനോമിയൽസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇവിടെ നമ്മൾ ഓർത്തോഗണാലിറ്റി എന്നുള്ളൊരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്നു. ആ ഒരു ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്ന വഴി മൾട്ടിക്കോളിനാലിറ്റി എന്നുള്ള ഒരു ഇഷ്യൂ റിസോൾവ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡ് വായിച്ച് നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ ബാക്കി ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.